بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ അഅ്മാലുൽ ഖുലൂബ് ക്രോഡീകരിച്ചിട്ടുള്ള ലിക്സീർ എന്ന ഗ്രന്ഥം, അതിൻ്റെ വായന ഇവിടെയാണ് ആരംഭിച്ചത്. പക്ഷേ അതിനെ തുടർന്ന് ഒരുപാട് ദർസുകൾ മറ്റു സ്ഥലങ്ങളിലായിട്ട് വായിച്ച് തീർക്കുകയുണ്ടായി. ഇനി അടുത്ത ബാബ് ഇതിൽ വരുന്നത് മൻസിലത്തു സബറാണ്. കിതാബോ PDF നോക്കുന്നവർക്ക് 153-ാമത്തെ പേജാണ് മൻസിലത്തു സബർ. ഈ കിതാബ് നമ്മൾ ആദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അള്ളാഹുലേക്കുള്ള യാത്രയിൽ അവൻ ജീവിതത്തിൽ കടന്നു പോകുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ, അതെങ്ങനെയാണ് ആ ഒരു അവസ്ഥ, ഒരു മൻസിലത്ത്, ആ ഒരു സ്ഥാനം എന്താണ്, അതെങ്ങനെയാണ് അവൻ തെളിയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. അതിൽ തുടക്കം മുതൽ ഓരോ യഖളത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ബോധത്തിൻ്റെ മൻസിലത്ത് മുതൽ ഫിക്രത്ത്, ബസീറത്ത്, മുഹാസബ, തൗബ, ഇനാബ, അങ്ങനെ ഒരുപാട് മൻസിലത്തുകൾ കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ടു മുമ്പ് അഥവാ മൻസിലത്തു സബർ നമ്മളിന്ന് വായിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള മൻസിലത്തു തവക്കുലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ തുടർന്ന് വായിക്കുന്നത് ഇൻഷാ അല്ലാഹ് മൻസിലത്തു സബർ, സബറിൻ്റെ മൻസിലത്ത് എന്നുള്ളതാണ്. സബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു വാക്കാണ്, ക്ഷമ എന്നുള്ള അർത്ഥത്തിൽ. ഒന്നുകൂടി അതിൻ്റെ ആശയം കൂടുതൽ വ്യക്തമാകുന്നത് ആത്മനിയന്ത്രണം എന്നെല്ലാം പറയുമ്പോഴാണ്. സ്വന്തത്തെ പിടിച്ചു വെച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുക, സ്വന്തത്തെ പിടിച്ചു വെച്ചുകൊണ്ട് പാപം ഒഴിവാക്കുക എന്നുള്ളതാണ് സബർ എന്നുള്ളതിൻ്റെ യഥാർത്ഥ ആശയം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, മുസീബത്തുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിൽ സ്വന്തത്തെ പിടിച്ചു നിർത്തുക എന്നുള്ള ആത്മനിയന്ത്രണം എന്നുള്ള പദം ഒന്നുകൂടി അതിൻ്റെ ആശയത്തെ വ്യക്തമാക്കുന്നുണ്ട്. പൊതുവെ ഉപയോഗിക്കുന്നത് ക്ഷമ എന്നുള്ള അർത്ഥത്തിൽ. ഖാലൽ ഇമാം അഹ്മദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ദക്കറല്ലാഹു സ്സബ്റ ഫിൽ ഖുർആനി ഫി നഹ്വി 90 മൗദിഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്വബറിനെ സംബന്ധിച്ച് 90ഓളം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വഹുവ വാജിബുൻ ബിജ്മാഇൽ ഉമ്മ. ഉമ്മത്തിന്റെ ഇജ്മാഅ് പ്രകാരം അത് വാജിബാണ്. സബർ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. സബർ ഇല്ലാതിരിക്കാൻ പാടില്ല. സബറിന് മുകളിലേക്ക് റിള, അതുപോലെ തന്നെ ഹംദ്, ശുക്ർ എന്നീ മർത്തബകളുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, വാജിബല്ല. പക്ഷേ സബർ എന്നുള്ളത് വാജിബായിട്ടുള്ള മൻസിലത്താണ്. വഹുവ നിസ്ഫുൽ ഈമാൻ. അത് ഈമാനിന്റെ പകുതിയുമാണ്. ഫൈനൽ ഈമാന നിസ്ഫാൻ. ഈമാൻ എന്നുള്ളത് 2 ഭാഗമാണ്. നിസ്ഫു സബറിൻ വ നിസ്ഫു ശുക്രിൻ. അതിൻ്റെ ഒരു പകുതി സബറിൻ്റെ പകുതിയാണ്, ക്ഷമിക്കുക എന്നുള്ളതാണ്. മറ്റേ പകുതി ശുക്രിൻ്റെതാണ്, നന്ദി കാണിക്കുന്നതിൻ്റെയാണ്. അഥവാ നമ്മുടെ ഈമാൻ നിലനിൽക്കുന്നത് ഈ 2 കാര്യങ്ങളുടെ മേലെയാണ്. ഒന്ന്, ജീവിതത്തിൽ വരുന്ന ഓരോ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ സബർ പുലർത്തുക എന്നുള്ളത്. 2, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്ർ കാണിക്കുക എന്നുള്ളത്. വഹുവ ഫിൽ ഖുർആനി അലാ 16 നൗഅൻ. ഇനി ക്ഷമ, സബർ എന്നുള്ളത് ഖുർആനിൽ 16 ഇനങ്ങളായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. സബർ എന്നുള്ള കാര്യത്തെ 16 ഇനങ്ങളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൽ അവ്വൽ, അതിൽ ഒന്നാമത്തേത് അൽ അംറു ബിഹി. സബർ കൽപ്പിച്ചുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. അഥവാ സബർ എന്നുള്ള കാര്യത്തെ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിക്കുമല്ലോ, നമ്മളൊരു കാര്യത്തെ പറ്റി ഒരാളോട് സംസാരിക്കുമ്പോൾ ആ കാര്യം കൽപ്പിച്ചുകൊണ്ട് സംസാരിക്കാം, വിരോധിച്ചുകൊണ്ട് സംസാരിക്കാം, പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കാം, നിന്ദിച്ചുകൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ സംസാരിക്കാം. അപ്പോൾ ഈ സബർ എന്നുള്ള കാര്യത്തെ അല്ലാഹു തആല 16ഓളം ഇനങ്ങളിലായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അൽ അംറു ബിഹി, അത് കൽപ്പിച്ചുകൊണ്ട്. നഹ്വ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ.
നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുക ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും എന്നുള്ളത്. അപ്പോൾ അല്ലാഹു തആലയുടെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ ക്ഷമ കൊണ്ട് തേടുക എന്നുള്ളത്. അസ്സാനി രണ്ടാമത്തേത് അന്നഹ്യു അൻ ദിദ്ദിഹി അതിനെതിരായിക്കൊണ്ട് വിരോധിച്ചുകൊണ്ട്, അഥവാ സ്വബർ ഇല്ലാതിരിക്കരുത് എന്നതിനെ വിരോധിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. കഖൗലിഹി ഏതുപോലെ സൂറത്തുൽ അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ നീ ക്ഷമിക്കുക. ഇത് കൽപ്പനയുമാണ്. ഈ ഭാഗം കൽപ്പനയുടെ ഭാഗമാണ്. നീ ക്ഷമിക്കുക ഉലുൽ അസ്മിൽപ്പെട്ട റസൂലുകൾ ക്ഷമിച്ചതുപോലെ. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ 5 പേർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുന്ന 5 നബിമാരെയാണ്. വലാ തസ്തഅജിൽ ലഹും ഈ നിഷേധിക്കുന്ന ആളുകളോട് നീ ധൃതി കാണിക്കരുത് എന്ന്, അഥവാ ക്ഷമയില്ലാത്ത അവസ്ഥ നിനക്കുണ്ടാകരുത്, നീ ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ വഖൗലിഹി തആല സൂറത്തുൽ അൻഫാലിലെ 15-ാമത്തെ ആയത്തിൽ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ പിന്തിരിഞ്ഞു പോകരുത് എന്ന നിലക്ക് പറയുന്നുണ്ട്. യുദ്ധ സന്ദർഭത്തിലും മറ്റും ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കാതെ അതിനെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകരുത്. അപ്പോൾ അത് ക്ഷമ സ്വബർ കൽപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷമയില്ലാതിരിക്കുന്ന അവസ്ഥയെ വിരോധിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. അസ്സാലിസ് മൂന്നാമത്തേത് ഖുർആനിൽ അല്ലാഹു തആല ക്ഷമയെ പരാമർശിച്ചിട്ടുള്ളത് അസ്സനാഉ അലാ അഹ്ലിഹി അതിന്റെ ആളുകളെ പുകഴ്ത്തിക്കൊണ്ടാണ്. സ്വബറുള്ള ആളുകളെ പുകഴ്ത്തിക്കൊണ്ട്. കഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ വസ്സാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാഇ വഹീനൽ ബഅസ് ഉലൈക അല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ അവരുടെ ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമെല്ലാം ക്ഷമ അവലംബിക്കുന്ന ആളുകൾ അവരാണ് സത്യസന്ധരായിട്ടുള്ളവർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ അവരാണ് തഖ്വയുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വബറുള്ള ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അർറാബിഅ നാലാമത്തേത് ഈജാബുഹു സുബ്ഹാനഹു മഹബ്ബതഹു ലഹും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഈ സ്വബറുള്ളവർക്ക് നിർബന്ധമാകും എന്ന് അല്ലാഹു തആല അറിയിച്ചുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. കഖൗലിഹി തആല സൂറത്ത് ആലി ഇംറാനിലെ 146-ാമത്തെ ആയത്തിൽ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ ക്ഷമിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അൽ ഖാമിസ് അഞ്ചാമത്തേത് ഈജാബു മഅയ്യതിഹി ലഹും അവരോട് അവർക്ക് അല്ലാഹുവിന്റെ മഅയ്യത്ത് ഉണ്ടാകുമെന്ന്, അത് നിർബന്ധമാകും. അല്ലാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സാമീപ്യം, അല്ലാഹുവിന്റെ അടുപ്പം എന്നുള്ളത്. വഹിയ മഅയ്യത്തുൻ ഖാസത്തുൻ അത് പ്രത്യേകമായിട്ടുള്ളത്. മഅയ്യത്ത് എന്നുള്ള അല്ലാഹുവിന്റെ സിഫത്ത്, അഥവാ ഇന്നല്ലാഹ മഅന അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന റബ്ബി മഅി എന്റെ റബ്ബ് എന്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മഅയ്യത്ത് 2 രീതിയിലാണ്. ഒന്ന് മഅയ്യത്തുൻ ആമ, 2 മഅയ്യത്തുൻ ഖാസ. ഒന്ന് പൊതുവായിട്ടുള്ള മഅയ്യത്ത്, 2 ഖാസ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മഅയ്യത്ത്. പൊതുവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുഅ്മിനിന്റെയും കാഫിറിന്റെയും ബർറിന്റെയും ഫാജിറിന്റെയും, അഥവാ സത്യവിശ്വാസിയുടെയും നിഷേധിയുടെയും അള്ളാഹുവിനെ അനുസരിക്കുന്നവരെയും ധിക്കരിക്കുന്നവരെയും എല്ലാം ഒപ്പം അള്ളാഹുവിന്റെ ഏത് നിലക്ക് അറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് ആ നിലക്ക് അള്ളാഹുവിന്റെ ഇൽമും സമഉം ബസറും എല്ലാം. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല മഅയ്യത്ത് ഖാസായിട്ടുണ്ട്, പ്രത്യേകമായിട്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിശേഷണങ്ങളുള്ള ആളുകളുടെ മേലെ ഉണ്ടാകുന്ന തരത്തിലുണ്ട്. അഥവാ ഇന്ന ഗുണമുള്ള ആളുകളുടെ മേലെ അല്ലാഹു തആല പ്രത്യേകം അവരെ സഹായിച്ചുകൊണ്ടും പിന്താങ്ങിക്കൊണ്ടും അല്ലാഹു അവരോടൊപ്പം ഉണ്ടാകും. ആ മഅയ്യത്തുൻ ഖാസാണ് സ്വബറുള്ള ആളുകൾക്ക് ഉണ്ടാവുക. തതവമ്മനു ഹിഫ്ളഹും എന്താണ് അതിലുണ്ടാവുക? അള്ളാഹുവിന്റെ ആ മഅയ്യത്ത് ലഭിച്ചാൽ അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്കുണ്ടാകും. വനസ്റഹും അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. വതഈദഹും അള്ളാഹുവിന്റെ പിന്താങ് അവർക്കുണ്ടാകും. ലൈസത് മഅയ്യത്തുൻ ആമ്മത്തൻ ഈ മഅയ്യത്ത് പൊതുവായിട്ടുള്ള ആമായിട്ടുള്ള മഅയ്യത്തല്ല. വഹിയ മഅയ്യത്തുൽ ഇൽമി വൽ ഇഹാത്തതി മഅയ്യത്തുൻ ആമ്മ എന്ന് പറഞ്ഞാൽ അറിവിന്റെയും കാര്യങ്ങൾ അള്ളാഹു അറിയുന്നു എന്ന നിലക്കുള്ള മഅയ്യത്താണ്. കഖൗലിഹി തആല അല്ലാഹു തആല സൂറത്തുൽ അൻഫാലിലെ 46-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പോൾ ഈ തരത്തിൽ സ്വബറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അസ്സാദിസ് ആറാമത്തേത് ഇഖ്ബാറുഹു ബിഅന്ന അസ്സബ്റ ഖൈറുൻ ലിഅസ്ഹാബിഹി സ്വബറാണ് ക്ഷമിക്കലാണ് ആ ക്ഷമയുള്ള ആളുകൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന നിലക്ക് അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. കഖൗലിഹി തആല ഏതുപോലെ സൂറത്തുൻ നഹ്ലിലെ 126-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ വലഇൻ സ്വബർതും ലഹും ഖൈറുൽ ലിസ്സാബിരീൻ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ക്ഷമിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്.
അപ്പൊ ക്ഷമയാണ് ഉത്തമം, സബറാണ് ഉത്തമം എന്ന അർത്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അസ്സാബിഅ, ഏഴാമത്തേത് ഈജാബുൽ ജസാഇ ലഹും ബിഅഹ്സനി അഅമാലിഹിം. ക്ഷമയുള്ള ആളുകൾക്ക്, സബറുള്ള ആളുകൾക്ക് അവർ ചെയ്ത ഏറ്റവും മഹത്തായ കർമ്മത്തിന്റെ പോലെ, ആ കർമ്മത്തിന് പ്രതിഫലം നൽകുന്നത് പോലെ എല്ലാത്തിനും പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. കഖൗലിഹി, ഏതുപോലെ അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വലനജ്സിയന്നല്ലദീന സബറൂ അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലതുണ്ടാവും, അതിൽ താഴ്ന്നതും ഒക്കെ ഉണ്ടാവും. ആ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എന്താണോ അതേപോലെ അവർക്ക് മുഴുവനായിട്ട് പ്രതിഫലം നൽകും സബറുള്ള ആളുകൾക്ക്. അസ്സാമിൻ ഈജാബുഹു അൽ ജസാഅ ലഹും ബിഗൈരി ഹിസാബിൻ. കണക്ക് നോക്കാതെ അവർക്ക് പ്രതിഫലം നൽകുമെന്ന് ക്ഷമയുള്ള ആളുകളെ, സബറുള്ള ആളുകളെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഖൗലിഹി തആല, ഏതുപോലെ സൂറത്തുൽ സുമറിലെ 10-ാമത്തെ ആയത്ത് പോലെ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബിൻ. ക്ഷമയുള്ളവർക്ക്, സബറുള്ളവർക്ക് കണക്കില്ലാതെ നാം പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലം നൽകപ്പെടും. അത്താസിഅ, 9-ാമത്തേത് ഇത്ലാഖുൽ ബുശ്റാ ലി അഹ്ലി സബർ. ക്ഷമയുള്ള ആളുകൾക്ക് നിരുപാധികം സന്തോഷ വാർത്ത അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട് സബർ കാണിക്കുന്ന ആളുകൾക്ക്. ഖൗലിഹി തആല, അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ പറഞ്ഞു വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. തീർച്ച നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ചില പട്ടിണി കൊണ്ട്, അതുപോലെ തന്നെ ഭയം കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ ജീവനഷ്ടം കൊണ്ട്, അതുപോലെ തന്നെ വിഭവനഷ്ടം കൊണ്ട്, സമ്പത്തിന്റെ കുറവ് കൊണ്ട്, വബശ്ശിരിസ് സ്വാബിരീൻ, അതിൽ സബർ കാണിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു. അൽ ആഷിർ, 10-ാമത്തേത് വമാനുൻ നസ്രി വൽ മദദി ലഹും. സബറുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായവും പിന്താങ്ങും, അള്ളാഹുവിന്റെ എല്ലാവിധ ആ രീതിയിലുള്ള അവസ്ഥ സഹായങ്ങൾ ഉണ്ടാകുമെന്ന്. ഖൗലിഹി തആല, സൂറത്ത് ആല ഇമ്രാനിലെ 125-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ബല ഇൻ തസ്ബിറു വതത്തഖു വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ. നിങ്ങൾ സബറുള്ളവരാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സബറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വന്നാലും യുംദിദുക്കും റബ്ബുക്കും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ, പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള 5000-ഓളം മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ സഹായിക്കുന്നതാണ്, പിന്താങ്ങുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതായത് സബർ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതുപോലെ തഖ്വ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ ജീവിതത്തിന്റെ എന്ത് അവസ്ഥയാവട്ടെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് വന്നെത്തും. ومنه قول النبي صلى الله عليه وسلم واعلم ان النصر مع الصبر. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, നീ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നീ മനസ്സിലാക്കുക അന്ന നസ്റ മഅ സബർ, അല്ലാഹുവിൽ നിന്നുള്ള സഹായം ക്ഷമയോടൊപ്പമാണ് വരിക. അൽ ഹാദി അശർ, 11-ാമത്തേത് അൽ ഇഖ്ബാറു അന്ന അഹ്ലസ് സബ്രി ഹും അഹ്ലുൽ അജായിം. സബറുള്ള ആളുകളാണ് ദൃഢതയുള്ള ആളുകൾ എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, ഇസ്മത്തുള്ള ആളുകൾ. ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. സൂറത്ത് ശൂറയിലെ 43-ാമത്തെ ആയത്താണ്. ആരാണോ ക്ഷമിക്കുന്നത്, ആരാണോ വിട്ടുവീഴ്ചയും പുറത്തു കൊടുക്കലും നടത്തുന്നത്, ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് ദൃഢനിശ്ചയമുള്ള, ദൃഢമായിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അസാനി അഷർ, 12-ാമത്തെ കാര്യം അൽ ഇഖ്ബാറു അന്നഹു മാ യുലഖൽ അഅമാല സ്വാലിഹ വജസാഅഹ വൽ ഹുദൂദ അൽ അദീമത ഇല്ലാ അഹ്ലുസ് സബ്ർ. അല്ലാഹു തആല അറിയിച്ചു, ഒരാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലം ലഭിക്കുക, അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനം ലഭിക്കുക, അതെല്ലാം സബറുള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ ഫുസ്സിലത്തിലെ 34-35 ആയത്തുകൾ. ഇത് വളരെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരായത്താണ്, അല്ലെങ്കിൽ ഈ ആയത്ത് കൊണ്ടുള്ള നേട്ടം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം. അല്ലാഹു പറയുകയാണ് ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നിന്നോട് ഏതു തരത്തിലുള്ള അക്രമം ചെയ്യുന്ന ആളാവട്ടെ, ദുൽമ ചെയ്യുന്ന ആളാവട്ടെ, അവരോട് ഏറ്റവും ഇഹ്സാനോടുകൂടി നീ തിരിച്ച് അവരോട് നിൽക്കുക. അത് നമ്മളോട് ദുൽമ ചെയ്യുന്ന, നമ്മളോട് ആ നിലക്ക് ചെയ്യുന്ന ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു നിൽക്കുക. ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ
ആരുമായിട്ടാണോ നിനക്ക് ശത്രുതയുള്ളത്, അല്ലെങ്കിൽ നീയും വേറൊരാളുടെയും ഇടയിൽ ശത്രുതയോ വിദ്വേഷമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ കഅന്നഹു വലിയുൻ ഹമീമുൻ, അവൻ നിന്റെ ഉറ്റമിത്രമായി തീരുന്ന ഒരവസ്ഥയുണ്ടാകും. വമാ യുലഖാഹ ഇല്ലല്ലദീന സ്വബറു, എന്നിട്ട് പറയാണ് അല്ലാഹു തആല, അത് ക്ഷമിക്കുന്നവർക്കല്ലാതെ ലഭിക്കില്ല. വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, അത് മഹത്തായ നേട്ടം ലഭിച്ചവർക്കല്ലാതെ ഉണ്ടാവുകയുമില്ല. അപ്പൊ ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ, സ്വബറുള്ള ആളുകൾക്ക് മാത്രമേ ഈ മഹത്തായ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അസ്സാലിസ് അശർ, 13-ാമത്തേത്, അൽ-ഇഖ്ബാറു അന്നഹു ഇന്നമാ യൻതഫിഉ ബിൽ ആയാതി വൽ ഇബരി അഹ്ലുസ് സ്വബർ, സ്വബറുള്ള ആളുകൾക്ക് മാത്രമാണ് ഖുർആനിലെ ആയത്തുകൾ അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കുകയുള്ളൂ. കഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വലഖദ് അർസൽന, സൂറത്ത് ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്തിൽ, വലഖദ് അർസൽന മൂസ ബിആയാതിന, അല്ലാഹു തആല പറയുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ നിയോഗിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്. അനഖ്രിജ് ഖൗമക മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ. വദക്കിർഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താൻ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ, ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത ഈ ദൃഷ്ടാന്തം, അത് ദൃഷ്ടാന്തമായിട്ടുള്ളത് ആർക്കാണ്? ക്ഷമിക്കുന്ന, നന്ദി കാണിക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ക്ഷമയുണ്ട് എങ്കിൽ, സ്വബറുണ്ട് എങ്കിൽ ഖുർആനിന്റെ ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും അതുപോലുള്ള കാര്യം കൊണ്ടുള്ള ഉപകാരം നമുക്ക് കൂടുതലായി ലഭിക്കും. അറാബി അഷർ, 14-ാമത്തേത്, ഖുർആനിൽ അല്ലാഹു സ്വബറിനെ പറ്റി പരാമർശിച്ചത് അൽ-ഇഖ്ബാറു ബിഅന്നൽ ഫൗസൽ മത്ലൂബ് വന്നജാത മിനൽ മർഹൂബ്, അതുപോലെ പറയുകയാണ് അല്ലാഹു തആല അറിയിച്ചത്, നാം ആഗ്രഹിക്കുന്ന, തേടുന്ന കാര്യം എന്താണോ അത് നേടിക്കൊണ്ടുള്ള വിജയവും, നാം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യമാണോ അതിൽ നിന്നുള്ള രക്ഷയും. അഥവാ ഇപ്പൊ നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നു, ആ വിജയം ആഗ്രഹിക്കുന്നു, അത് നേടാനും, നരകം ഭയപ്പെടുന്നു, അതുപോലെ തന്നെ പരലോകത്തെ നഷ്ടങ്ങൾ ഭയപ്പെടുന്നു, അതിന് രക്ഷപ്പെടാനും, വദുഖൂലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാനും, ആ കാര്യങ്ങളെല്ലാം ഇന്നമാ നാലൂഹു ബിസ്സബ്ർ, അത് സ്വബർ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. കഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകൾ അതിന്റെ എല്ലാ കവാടത്തിലൂടെ ഭാഗത്തുമുണ്ടാകും. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, ആ മലക്കുകൾ പറയുക, നിങ്ങൾക്ക് സലാം, എന്തുകൊണ്ടാണ്? ബിമാ സ്വബർതും, നിങ്ങൾക്ക് സ്വബർ ഉണ്ടായതുകൊണ്ട് എന്ന് പറയും. അൽ ഖാമിസ് അശറ, 15-ാമത്തേത്, അല്ലാഹു തആല ഖുർആനിൽ സ്വബറിനെ പറ്റി പരാമർശിച്ചത് അന്നഹു യൂരിസു സാഹിബഹു ദറജത്തുൽ ഇമാമ, ആ സ്വബറുള്ള വ്യക്തിക്കാണ് ഇമാമത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ സ്ഥാനം, ഒരു സമൂഹത്തിലെ ഉന്നതിയിലെത്തുന്ന ഒരു സ്ഥാനം നൽകുക. സമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തഖദ്ദസല്ലാഹു റൂഹഹു യഖൂൽ, ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബിസ്സബ്രി വൽ യഖീൻ, ക്ഷമ കൊണ്ടും സ്വബർ കൊണ്ടും യഖീൻ, ദൃഢത കൊണ്ടും, അഥവാ ക്ഷമ എന്നുള്ളത് കൊണ്ടും അല്ലാഹുവിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ടും തുനാലുൽ ഇമാമത്തു ഫിദ്ദീൻ, ദീനിന്റെ ഇമാമത്ത് ഒരാൾക്ക് നൽകപ്പെടുക. അതായത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള പലതും നേരിടേണ്ടി വരും. ആ നേരിടുന്ന സമയത്ത് സ്വബറും യഖീനും ഉണ്ടോ, അതിലൂടെയാണ് അവർക്ക് ഇമാമത്തിന്റെ, നേതൃത്വത്തിന്റെ സ്ഥാനം അല്ലാഹു തആല കൊടുക്കുക. ثم تلا قوله تعالى, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല, എന്നിട്ട് ഷെയ്ഖ് ഇബ്നു തൈമിയ സൂറത്ത് സജദയിലെ 24-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യുഖിനൂൻ, ബനൂ ഇസ്രായേലുകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തു, അഥവാ പൊതുവായിട്ടുള്ള കാര്യമാണ്, അവരിൽ നിന്ന് ഇമാമിയങ്ങളെ, അത് സ്വബറും യഖീനും ഉണ്ടായതുകൊണ്ടാണ് എന്ന് അല്ലാഹു അറിയിച്ചു. അസ്സാദിസ് അശർ, 16-ാമത്തേത്, ഖുർആനിൽ സ്വബറിനെ പറ്റി അല്ലാഹു പരാമർശിച്ചത് ഇബ്നു ഖയ്യിം പറയുന്നു, ഇഖ്തിറാനഹു ബിമഖാമാത്തിൽ ഇസ്ലാം വൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വബറിനെ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും ചേർത്തി പറഞ്ഞിട്ടുണ്ട് ദീനിന്റെ വ്യത്യസ്ത മഖാമുകളുമായിട്ട്. അതായത് ഇസ്ലാമിലെ വ്യത്യസ്ത സ്ഥാനങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ കിതാബിൽ ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാകും അള്ളാഹുലേക്ക് അടുക്കുന്ന, ഇപ്പൊ തൗബയുടെ, ഈമാനിന്റെ, ഇസ്ലാമിന്റെ, മഹബത്തിന്റെ, ഖൗഫിന്റെ, റജാഇന്റെ, തവക്കുലിന്റെ, അങ്ങനെ പല മഖാമുകൾ ഉണ്ടാവും. ഈ പല മഖാമുകളോടും ചേർത്തിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ സ്വബറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കമാ ഖറനഹു അല്ലാഹു സുബ്ഹാനഹു ബിൽ യഖീനി വബിൽ ഈമാൻ, യഖീനെയും ഈമാനെയും വെച്ച് സ്വബർ പറഞ്ഞിട്ടുണ്ട്. യഖീനോടൊപ്പം സ്വബർ പറഞ്ഞിട്ടുണ്ട്, ഈമാനോടൊപ്പം സ്വബർ പറഞ്ഞിട്ടുണ്ട്,
നിസ്കാരത്തിനോടൊപ്പം സബർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ഇസ്തഈനു ബിസ്സബരി വസ്സല. അതുപോലെ തന്നെ വബിത്തഖ്വ, തഖ്വയോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വത്തവക്കുൽ, തവക്കിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വശുക്ർ, ശുക്റിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വൽ അമലി സ്വാലിഹ് വൽ മർഹമ, സൽക്കർമ്മങ്ങളോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. കാരുണ്യത്തിനോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ കാര്യങ്ങളോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഈ 16 തരത്തിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബറിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, വലിഹാദ, ഇതുകൊണ്ടാണ് കാന സബ്റു മിനൽ ഈമാനി ബിമൻസിലത്തി റഅസി മിനൽ ജസദ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈമാനിൽ സബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ തലയുടെ സ്ഥാനം പോലെയാണ് എന്നുള്ളത്. ഒരാളുടെ ശരീരത്തിൽ അയാളുടെ തലയ്ക്ക് എത്ര സ്ഥാനമുണ്ടോ അതുപോലെയാണ് ഈമാനിൽ സബറിന്റെ സ്ഥാനം. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ ഒരു കിതാബിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതി, അല്ലെങ്കിൽ ഇമാം ഹറവിയുടെ കിതാബിന്റെ ഷർഹാണിത്, ഇതിൽ ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ വിശദീകരിച്ച് എഴുതി, അതല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് നമുക്ക് ബാധിച്ചു, ആ സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് തെളിയിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മളിത് കാണിക്കുന്നത്? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് നമ്മുടെ ഈമാന്റെ അടയാളം. ഈമാനിന്റെ തല, ശരീരത്തിന്റെ തല പോലെയാണ് ഈമാനിൽ സബർ എന്ന് പറഞ്ഞാൽ. വല ഈമാന ലിമൻ ലാ സബറ ലഹു, സബർ ഇല്ലാത്തവന് ഈമാനില്ല. കമാ അന്നഹു ലാ ജസദ ലിമൻ ലാ റഅസ ലഹു, ഏതുപോലെ തലയില്ലാത്തവന് ശരീരമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ അവനൊരു വിലയില്ല, അതുപോലെയാണത്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം, ഖൈറു ഐഷിൻ അദ്റക്നാഹു ബിസ്സബർ, ഏറ്റവും നല്ല ജീവിതം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അത് സബർ കൊണ്ടാണ്. സബറുള്ള, ക്ഷമയുള്ളതാണ് ഏറ്റവും നല്ല ജീവിതം നമുക്കുള്ളത്. വഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് സ്വഹീഹ്, സ്വഹീഹായ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചു, അന്നഹു ദിയാഉൻ, സബർ എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ് എന്ന് പരാമർശിച്ചു. വഖാല, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യതസബ്ബർ യുസബ്ബിർഹുല്ലാഹ്, ആരാണോ ക്ഷമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അവനെ അല്ലാഹു തആല ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമെന്ന്. അപ്പോൾ സബർ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടുള്ള ഇത്രയും ഇനങ്ങളായിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ നേട്ടം വളരെ വലുതാണ്. വഫിൽ ഹദീസ് സ്വഹീഹ്, മറ്റൊരു ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, അവന്റെ കാര്യം എല്ലാ നിലക്കും ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അല്ലാതെ അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെല്ലാം ഈമാൻ പരിപൂർണമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയും നമുക്ക് ഖൈറായി തീരുക. നമുക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു, നമുക്ക് ഖൈറായി തീരണം. അതിലൊരു മുസീബത്ത് ബാധിച്ചു, അത് ഖൈറായി തീരണം. അങ്ങനെ നമുക്ക് ഏതൊരു കാര്യം, നമുക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യവും ഖൈറായി തീരണമെങ്കിൽ അത് ഈ ഒരു അവസ്ഥയിലൂടെയാണ്. എന്താണ് കാരണം പറഞ്ഞത്? അപ്പോൾ ഒരു മുഅ്മിന്റെ എല്ലാ കാര്യവും ഖൈറാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു പറയാണ്, ഇൻ അസ്വാബത്ഹു സറാഉ ശഖറ, അവന് നല്ല സന്തോഷമുള്ള അല്ലെങ്കിൽ അവന് ഗുണമുള്ള നേട്ടമുള്ള കാര്യം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അത് അവന് ഖൈറാണ്. വഇൻ അസ്വാബത്ഹു ദറാഉ, അവനിനി ബുദ്ധിമുട്ടുള്ള ദോഷങ്ങൾ ബാധിച്ചു, സ്വബറ, അവൻ അതിൽ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറായി തീരും. അപ്പോൾ എല്ലാ സമയത്തും ഖൈറാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വഖാല ലിൽ മർഅത്തി സൗദാഇ അല്ലതി കാനത് തുസ്റഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറ്റ്സ് ബാധിക്കുന്ന സ്ത്രീയോട്, എന്തായാലും പറയാ, അപസ്മാരം ബാധിക്കുന്ന സ്ത്രീ, ഒരു കറുത്ത പെണ്ണ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ കാനത് തുസ്റഉ ഫസഅലത്ഹു അൻ യദ്ഉ ലഹാ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു സ്ത്രീ, കറുത്ത പെണ്ണാണ്, അവൾ വന്ന്, അവൾക്ക് അപസ്മാരം ബാധിക്കാറുണ്ട് ആ സ്ത്രീക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, റസൂലേ, എനിക്കിത് മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതറിയാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഉത്തരം ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞൊരു കാര്യം, ഇൻ ശിഅ്തി സ്വബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണ് എങ്കിൽ, നീ ഇത് ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്, നിനക്ക് സ്വർഗ്ഗമുണ്ട്. വൈൻ ശിഅ്തി ദഅവതുല്ലാഹ് അയ്യുആഫിയക്, ഇനി നിനക്ക് ഞാൻ പ്രാർത്ഥിക്കണം എന്നാണ് എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. അപ്പോൾ ഫഖാലത്ത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കണ്ട, ഇനി കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം എന്ന് നിലക്ക് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇന്നി അതകശഫു, പക്ഷേ എനിക്കിത് ബാധിക്കുമ്പോൾ, അവസരം ബാധിക്കുമ്പോൾ ഒരാളുടെ നോർമൽ ആയിട്ടുള്ള അവസ്ഥ മാറും. അപ്പൊ എന്റെ ഔറത്തെല്ലാം വെളിവാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്.
ഫദ്ഉല്ലാഹ അല്ലാ അതകശഫ ഫദഅലഹ. അപ്പോൾ പറഞ്ഞു റസൂലേ, എനിക്ക് എൻ്റെ ഔറത്ത് വെളിവായിരിക്കണം, ഇത് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചോളാം, ആ രോഗം ഞാൻ ക്ഷമിച്ചോളാം, പക്ഷേ അതുണ്ടാകുമ്പോൾ എൻ്റെ ഔറത്ത് വെളിവാകാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ഒരു ഹദീസാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം ചികിത്സിക്കൽ നിർബന്ധമല്ല എന്നുള്ളത് തെളിവായിക്കൊണ്ട് എടുത്തിട്ടുള്ളത്. ചികിത്സിക്കുക എന്നുള്ളത് അത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചികിത്സയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, പക്ഷേ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന നിലക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് മറുപടി ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്നിവർ കൊടുത്തത് ഈ ദലീൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വബർ ഉണ്ടാവുക എന്നുള്ളത് സ്വർഗം ലഭിക്കുന്ന മഹത്തായിട്ടുള്ള കാര്യമാണ്. വഅമറ അൽ അൻസാറ ബിഅൻ യസ്ബിറു അലൽ അസറത്തി അല്ലതി യൽഖൗനഹാ ബഅദഹു. അതുപോലെ തന്നെ അൻസാരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പലതരത്തിലുള്ള ഫിത്നകൾ അഥവാ ഭരണാധികാരികൾ, അക്രമികളായിട്ടുള്ള ഭരണാധികൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ നിലക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ വരുമ്പോൾ ക്ഷമിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. ഹത്താ യൽഖൗഹു അലൽ ഹൗദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൗദിന്റെ അടുക്കൽ കണ്ടെത്തുന്നത് വരെ അഥവാ പരലോകത്ത് എത്തുന്നത് വരെ അക്രമിയായ ഭരണാധികാരികൾക്ക് മുമ്പിൽ ക്ഷമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅമറ ഇൻദ മുലാഖാത്തിൽ അദു ബിസ്സബർ. ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ യുദ്ധസമയത്ത് സ്വബർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. സ്വബർ എന്ന് പറയുമ്പോൾ ചില ആളുകൾ മനസ്സിലാക്കുന്നത് ശത്രുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക, അതല്ല. ശത്രുക്കൾക്കെതിരെ പോരാടാൻ വേണ്ടി നിലനിൽക്കൊള്ളുന്നത് സബാത്തോടുകൂടി നിലനിൽക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സ്വബറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ സ്വബർ ഉണ്ടാകണം എന്ന് പറഞ്ഞു. വഅമറ ബിസ്സബ്രി ഇൻദൽ മുസീബ. മുസീബത്തുകൾ ബാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ നഷ്ടം, മരണം, അല്ലെങ്കിൽ നമ്മുടെ കച്ചവട നഷ്ടം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം ബാധിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് മുസീബത്താവട്ടെ അതിൽ നമുക്ക് സ്വബർ ഉണ്ടാവണം. വഅഖ്ബറ അന്നഹു ഇന്നമാ യകൂനു ഇൻദ അസ്സദമത്തിൽ ഊല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകൾ അറിയിച്ചു, ആദ്യ സമയത്താണ് സ്വബർ ഉണ്ടാകേണ്ടത്. ഏതൊരു മുസീബത്താവട്ടെ അതിന്റെ ആദ്യ സമയത്ത് സ്വബർ ഉണ്ടാവണം. ഇതെല്ലാം വ്യത്യസ്ത ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. വഅമറ മുസാബ ബിഅൻഫഇൽ ഉമൂരി ലഹു വഹുവ അസ്സബ്ർ വൽ ഇഹ്തിസാബ്. ഏതെങ്കിലും മുസീബത്ത് ബാധിക്കപ്പെട്ട ആൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അത് സ്വബറും ഇഹ്തിസാബുമാണ്. സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമ, ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നുള്ളത്. ഈ സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി മരിക്കാനായ സമയത്ത് മകൾ ആളയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു, അവളോട് ക്ഷമിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കാനും പറയുക എന്ന് പറഞ്ഞു. ഫഇന്ന ദാലിക യുഖഫഫു മുസീബതഹു. അപ്പോൾ ഈ ക്ഷമയുണ്ടാവുക, അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരാൾക്ക് ബാധിക്കുന്ന മുസീബത്തിനെ കുറക്കും. വയുഫിറു അജ്റഹു. അവന് മഹത്തായ പ്രതിഫലം അവിടെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. വൽ ജസ്അ വതസഖുത വതശക്കി. എന്നാൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ അതിന്റെ പേരിൽ ഭയങ്കര ബുദ്ധിമുട്ടുക, ദേഷ്യം വരിക, എല്ലാവരോടും വിഷമം പറയുക, ആ നിലക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ യസീദു ഫിൽ മുസീബ. ആ മുസീബത്ത് വർദ്ധിക്കും. നമുക്കൊരു മുസീബത്ത് ബാധിച്ചു, അത് നമ്മൾ സബറോടുകൂടി അതിനെ നേരിട്ടാൽ, അത് പ്രതിഫലം പ്രതീക്ഷിച്ചാൽ ആ മുസീബത്ത് എളുപ്പമാകും. അതല്ല എങ്കിലോ നമുക്ക് വെറുപ്പും ദേഷ്യവും, എനിക്കെന്താ ഇങ്ങനെ എന്നുള്ള നിലക്കും അങ്ങനെയൊക്കെ ആണെങ്കിലോ അവൻ എന്തായിരിക്കും, അവന് പിന്നെ ആ മുസീബത്ത് വർദ്ധിക്കുകയുള്ളൂ. വയുദ്ഹിബുൽ അജ്ർ. അവന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും. വഅഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന അസ്സബ്റ ഖൈറുൻ കുല്ലുഹു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, സ്വബർ മുഴുവൻ ഖൈറാണ്, സ്വബർ മുഴുവൻ ഖൈറാണ്. ഫഖാല, അവിടുന്ന് പറഞ്ഞു, മാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ ലഹു വഅഉസഅ മിന അസ്സബ്ർ. ഒരു വ്യക്തിക്കും ക്ഷമയേക്കാൾ മഹത്തായിട്ടുള്ള ഒരു കാര്യം നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫളലിനെ അറിയിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ്. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ക്ഷമയുടെ ഇനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊരു സന്ദർഭത്തിൽ എങ്ങനെയാണ് അതിന്റെ സ്വബർ കാണിക്കേണ്ടത്, അതിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യത്യസ്ത തരത്തിൽ അതിന്റെ ഇനങ്ങൾ തിരിച്ചിട്ടുണ്ട്. അതിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് വഹുവ സലാസതു അൻവാഇൻ, 3 തരത്തിലാണ്. അടിസ്ഥാനപരമായിട്ട് 3 തരത്തിലാണ്. സ്വബറുൻ അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള സ്വബർ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സ്വന്തത്തെ നിയന്ത്രിച്ച് ചെയ്യുക എന്നുള്ളത്. വസബറുൻ അൻ മഅസിയത്തില്ലാഹ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പാപങ്ങൾ ചെയ്യാനുള്ള അവസരം വരുമ്പോൾ സ്വന്തത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഉള്ള സ്വബർ. വസബറുൻ അലാ ഇംതിഹാനില്ലാഹ്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പറയുകയാണ് ഫൽ അവ്വലാനി, ഇതിൽ പറഞ്ഞ ആദ്യത്തെ 2 എണ്ണം,
അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴുള്ളതും അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോഴുള്ള അതിനെ പിടിച്ചു നിൽക്കുമ്പോഴുള്ള സബറും അതിനെപ്പറ്റി പറയാണ് സബറുൻ അലാ മാ യതഅല്ലഖു ബിൽ കസ്ബ്. അതൊരാൾ നേടിയെടുത്തുകൊണ്ടുള്ള ക്ഷമയാണ്. അതായത് നമുക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം വന്നു, അപ്പോൾ ആ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുക. പാപം ചെയ്യാൻ ഒരു അവസരം വന്നു, അപ്പോൾ അതിന് സ്വന്തത്തെ പിടിച്ചു നിർത്തുക. ഇത് അവൻ നേടിയെടുക്കുന്നതാണ്, അവൻ സ്വമേധയാ ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന സബറാണത്. എന്നാൽ മൂന്നാമത് പറഞ്ഞത് അസാലിസ്, അതേതാണ്? സബറുൻ അലാ ഇംതിഹാനില്ല, അള്ളാഹുവിന്റെ പരീക്ഷണം അല്ലെങ്കിൽ ഒരു മുസീബത്തൊക്കെ വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളതോ. സബറുൻ അലാ മാ ലാ കസ്ബ ലിൽ അബ്ദി ഫീഹി, അതിൽ അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല, അവൻ എന്തായാലും സഹിക്കേണ്ടി വരും. അതായത് ആദ്യത്തെ രണ്ടെണ്ണം അതിലവൻ തെളിയിച്ചു കൊടുക്കേണ്ടി വരുന്നത് അവന്റെ സ്വന്തത്തിന്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. പക്ഷെ മൂന്നാമത്തേതിൽ ക്ഷമിക്കുക എന്നുള്ള ചില സന്ദർഭത്തിൽ അവന് വേറൊരു വഴി ഉണ്ടാവില്ല, അത് സഹിക്കല്ലാതെ ഒരു മാർഗം ഉണ്ടാവില്ല. ഇതെന്താണെന്നുള്ളത്, ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അറിയിച്ച ഒരു ചരിത്രത്തെ തന്നെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. വസമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഖദ്ദസല്ലാഹു റൂഹഹു യഖൂൽ, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ഖയ്യിം പറയാണ്. ഇതെന്താണ് ഈ രണ്ട് രീതിയിലുള്ള സബറിന്റെ വ്യത്യാസം? കാന സബ്റു യൂസുഫ അൻ മുതാവത്തി ഇംറഅത്തിൽ അസീസ് അൻ ശഅനിഹാ, യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ഇമ്രത്തുൽ അസീസിന്റെ ഭാര്യ ഏതൊരു കാര്യത്തിനാണോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ക്ഷണിച്ചത്, ആ കാര്യത്തിൽ യൂസുഫ് നബി കാണിച്ച സബർ എന്നുള്ളത് അക്മല മിൻ സബ്രിഹി അലാ ഇൽഖാഇ ഇഖ്വതിഹി ലഹു ഫിൽ ജുബ്, അവിടുന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൊട്ടക്കിണറ്റിൽ സഹോദരന്മാർ എറിഞ്ഞപ്പോൾ കാണിച്ച സബറിനേക്കാൾ പരിപൂർണതയുള്ളതാണ്. അതായത് അസീസിന്റെ ഭാര്യ അവൾ ഉദ്ദേശിച്ച കാര്യത്തിന് ക്ഷണിക്കുമ്പോൾ അതിന് പോകാതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിടിച്ചു നിന്ന അപ്പൊ കാണിച്ച ക്ഷമയുണ്ടല്ലോ, പൊട്ടക്കിണറ്റിൽ ആ സഹോദരന്മാർ ഇട്ട സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു ക്ഷമ കാണിച്ചിട്ടുണ്ട്, ആ ക്ഷമയേക്കാൾ പരിപൂർണമായിട്ടുള്ളതാണ്. അദ്ദേഹത്തെ കച്ചവടത്തിന് അങ്ങാടിയിൽ കൊണ്ട് അടിമയായി വിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അകറ്റിയപ്പോഴും ആ സമയത്തൊക്കെ സഹിച്ച ക്ഷമയേക്കാൾ വലുതാണ് ആ സ്ത്രീയുടെ വിളിക്ക് മുമ്പിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം കാണിച്ചത്. എന്താ കാരണം? ഇവിടെ പറഞ്ഞ പൊട്ടക്കിണറ്റ് വീണു, അല്ലെങ്കിൽ അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെട്ടു, വാപ്പാന്റെ നിന്ന് അകറ്റപ്പെട്ടു, ഈ കാര്യമൊക്കെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വയം തീരുമാനം കൊണ്ടുണ്ടായതല്ല. പൊട്ടക്കിണറ്റ് വീണു, ഇനി സഹിക്കല്ലാതെ വേറെ വഴിയില്ല, അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചു, അത് സഹിക്കല്ലാതെ വേറെ വഴിയില്ല, അത് അവിടുന്ന് തെരഞ്ഞെടുത്തിട്ട് എന്തോ ചെയ്ത കൊണ്ടുണ്ടായതല്ല. എന്നിട്ട് പറയാണ് ലാ കസ്ബ ലഹു ഫീഹ, അവിടുന്ന് പ്രത്യേകം ഒന്നും അതിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ലൈസ ലിൽ അബ്ദി ഫീഹ ഹൈലത്തുൻ ഗൈറ സബ്ർ, അവിടെ ക്ഷമിക്കല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. ഒന്ന് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവയവം മുറിഞ്ഞു പോയി വിചാരിക്കാം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് കാത്തിരക്ഷിക്കട്ടെ മനസ്സിലാകാൻ. അപ്പൊ എന്തായി? അത് നഷ്ടപ്പെട്ടു, അതിൽ പിന്നെ ക്ഷമിക്കല്ലാതെ നമുക്ക് എന്തില്ല, വേറൊരു ഓപ്ഷനും ഇല്ല, നമ്മൾ സഹിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതേപോലെയാണ് പൊട്ടം കണ്ടിട്ടപ്പോഴൊക്കെ യൂസുഫ് നബിയുടെ അവസ്ഥ. വമ്മ സബ്റുഹു അനിൽ മഅസിയ, പക്ഷെ ആ സ്ത്രീ ക്ഷണിച്ച സമയത്ത് ആ പാപം ചെയ്യാനുള്ള അവസരം എല്ലാം കൊണ്ടും നിറഞ്ഞ സമയത്ത് ഫസബ്റു ഇഖ്തിയാരിൻ വരിദാ വമുജാറബത്തിൻ ലിന്നഫ്സ്, അവിടുന്ന് സ്വന്തത്തിൽ തെരഞ്ഞെടുത്ത തൃപ്തിപ്പെട്ട സ്വന്തത്തിനോട് മുഹാറബത്തിൻ ലിന്നഫ്സ്, സ്വന്തത്തിനോട് പോരാടിയിട്ട് എടുത്ത സബറാണത്. അവിടുന്ന് കാണിച്ച സബർ സ്വന്തത്തിനോട് പോരാടിയതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ കൈ മുറിഞ്ഞു പോകുമ്പോൾ നമ്മൾ സഹിച്ച് ക്ഷമിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, അതായത് നമ്മൾ സഹിച്ചു, വേറെ വഴിയില്ല. അതേസമയം ഈ കൈ കൊണ്ട് ഒരു പാപം ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിലെത്തി, ഒരു പണം കട്ടെടുക്കാൻ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാപം ചെയ്യാനുള്ള അവസരം വരുമ്പോൾ അത് പിടിച്ചു വെക്കുക എന്നുള്ളത് എന്താണ്? അവൻ സ്വമേധയാ ചെയ്യുന്നതാണ്, അവന്റെ ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. വലാ സിയ്യമ മഅൽ അസ്ബാബി അല്ലതി തഖ്വാ മഅഹാ ദവാഇൽ മുവാഖഅ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം നോക്കിയാലോ അവിടെ ഒരുപാട് കാരണങ്ങൾ ആ തെറ്റിലേക്ക് ക്ഷണിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ആ സ്ത്രീ ക്ഷണിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഫൈന്നഹു കാന ശാബൻ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം യുവാവാണ്. വദാഇയത്തു ശബാബി ഇലൈഹ ഖവിയ്യ, അങ്ങനെ ഒരു കാര്യത്തിന് ആ യുവാവിനോടുള്ള താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ വളരെ ശക്തമായിരിക്കും. വഅസബൻ ലൈസ ലഹു മാ യുഅബ്ബിദുഹു വയുബരിദു ശഹവതഹു, വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹം കഴിക്കാത്ത ആളാണ്. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹലാലായിട്ടുള്ള അതിന് പകരമായിട്ട് അവന്റെ ശഹവത്ത് ഒതുക്കാനുള്ള മാർഗം ഉണ്ടാകും. വഗരീബൻ, അവൻ സ്വന്തം നാട്ടിലുമല്ല, വേറൊരു നാട്ടിലാണ്.
والغريب لا يستحي في بلد غربته مما يستحي منه بين أصحابه ومعارفه وأهله. ഒരു അപരിചിതൻ അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ പോയി നിൽക്കുന്ന ആള് സ്വന്തം കുടുംബക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും നടുവിലുള്ള പോലെ എന്താവൂല, സൂക്ഷ്മത പാലിച്ചോളണമെന്നില്ല. അവന് എങ്ങനെയും നടക്കാം. ഉലമാക്കൾ പറയുന്നത് പോലെ യാ ഗരീബ് കുൻ അദീബ്, വേറെ നാട്ടിൽ നിൽക്കുന്നവനെ നീ അദബുള്ളവനാവുക എന്നുള്ളത്. കാരണം വേറെ നാട്ടിൽ നമ്മളെ കുടുംബക്കാരോ ആൾക്കാരോ ഒന്നും ഇല്ലാത്തടത്ത് അവന് കൂടുതൽ തെറ്റിലേക്കുള്ള പ്രേരണ ഉണ്ടാകും. വമംലൂക്കൻ, അടിമയുമായിരുന്നു ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം. വൽ മംലൂക്കു ഐദൻ ലൈസ വാസിഉഹു കവാദിൽ ഹുർ, ഒരു സ്വതന്ത്രൻ പാപത്തിൽ നിന്ന് ഒഴിവാകുന്ന പോലെ തെറ്റ് ചെയ്യാത്തത് പോലെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ അടിമ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വൽ മർഅതു ജമീലത്തുൻ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ക്ഷണിച്ച സ്ത്രീ ഭംഗിയുള്ളവളാണ്. വദാതു മൻസബിൻ, വളരെ ഉന്നതമായ സ്ഥാനമുള്ള കുടുംബത്തിൽപ്പെട്ടതാണ്, കുലീനതയുള്ളവളാണ്. വഹിയ സയ്യിദത്തു, യജമാനത്തിയാണ്. വഖദ് ഗാബ റഖീബു, അവിടെ നോക്കാനും കാണാനും വേറൊരാളുമില്ല, യജമാനൊന്നുമില്ല. വഹിയ ദാഇയതു ലഹു ഇലാ നഫ്സിഹ, ആ പെണ്ണ് ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. വൽ ഹരീസതു അലാ ദാലിക അഷദ്ദൽ ഹിർസ്, ആ സ്ത്രീക്കാണെങ്കിൽ ഏറ്റവും താല്പര്യവുമുണ്ട്. വമഅ ദാലിക തവഅദതു ഇല്ലം യഫ്അൽ ബിസ്സിജ്നി വസ്സഗാർ, ഇത് മാത്രമല്ല ഇനി ചെയ്യാതിരുന്ന ജയിലിൽ കിടക്കേണ്ടി വരും, നിന്ദ്യത അനുഭവിക്കേണ്ടി വരും എന്ന് പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാരണങ്ങൾ ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? അവിടെ സ്വബർ സ്വന്തമായി തെരഞ്ഞെടുത്തു. ഞാനതിലേക്ക് പോകില്ല, തെറ്റ് ചെയ്യില്ല എന്ന് യൂസുഫ് നബി തെരഞ്ഞെടുത്തു. വഈസാറൻ ലിമാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ആസ്വാദനത്തിനേക്കാളും ഇഷ്ടത്തെക്കാളും താല്പര്യത്തിനേക്കാളും വലുതാണ് എന്ന് അതിന് പ്രാധാന്യം കൊടുത്തു. വഅൈന ഹാദാ മിൻ സബ്രിഹി ഫിൽ ജുബ്ബി അലാ മാ ലൈസ മിൻ കസ്ബിഹി, ഈ സ്വബറും പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ സ്വന്തമായിട്ട് വേറൊന്നും ചെയ്യാനില്ലാതെ നേടിയ സ്വബറും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാകും? രണ്ട് വ്യത്യാസമാണ്, രണ്ടും വളരെ വലിയ വ്യത്യാസമാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, സ്വബർ നമ്മൾ ആദ്യം പറഞ്ഞ മൂന്നിനങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും പാപം ഒഴിവാക്കുന്നതിലും അവൻ നേടിയെടുക്കുന്നതാണ്, അവന്റെ പരിശ്രമം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തേത് അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ തെളിയിച്ചു കൊടുത്താൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിലുള്ള സ്വബറാണ്. ഇതിന്റെ പണ്ഡിതന്മാർ ഒന്നുകൂടി വേർതിരിച്ചത് കാണാം. സ്വബറുൻ ഇഖ്തിയാരിയുൻ, സ്വബറുൻ ഇൽത്തിറാരിയുൻ. സ്വബറുൻ ഇഖ്തിയാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെരഞ്ഞെടുക്കുന്ന ക്ഷമ, യൂസുഫ് നബി അലൈഹി സ്വലാം ആ സ്ത്രീയുടെ മുമ്പിൽ കാണിച്ചതുപോലെ. സ്വബറുൻ ഇൽത്തിറാരിയുൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായി അനുഭവിക്കേണ്ട ക്ഷമ, പൊട്ടക്കിണറ്റിൽ കടന്നപ്പോൾ അല്ലെങ്കിൽ ഉപ്പാന്റെ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ ഉണ്ടായ ക്ഷമ. ഇത് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ഇത് രണ്ടും തെളിയിച്ചു കൊടുക്കേണ്ടി വരും. ഈ രണ്ട് സ്വബർ നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കേണ്ടി വരും. ഇബ്നുൽ ഖയ്യിം ഇതിനെ വീണ്ടും 4 ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇഖ്തിയാരിയായ സ്വബർ നഫ്സി ആയതുകൊണ്ട് ബദനി ആയതുകൊണ്ട്, ഇൽത്തിറാരിയായ സ്വബർ നഫ്സി ആയതുകൊണ്ട് ബദനി ആയതുകൊണ്ട്. അത് കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. ഇവിടെ പറഞ്ഞത് നാം തെരഞ്ഞെടുത്ത് കാണിക്കുന്ന സ്വബറാണ് നമ്മുടെ മേൽ നിർബന്ധമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ക്ഷമയേക്കാൾ ഉത്തമമായിട്ടുള്ളത്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, വകാന യഖൂൽ, അവിടുന്ന് പറയാറുണ്ടായിരുന്നു, അസ്വബ്റു അലാ അദാഇ ത്വാആത്ത്, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ അക്മലു മിന സബ്രി അലാ ഇജ്തിനാബിൽ മുഹറമാത്ത്, അതാണ് തെറ്റുകൾ ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ പരിപൂർണമായതും വഅഫ്വൽ, ശ്രേഷ്ഠമായതും. അതായത് അള്ളാഹുവിനെ അനുസരിക്കാൻ കാണിക്കുന്ന ക്ഷമയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിസ്കാരം അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, അത് ചെയ്യാൻ, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ റമദാനിൽ നോമ്പ് നോൽക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അള്ളാഹുവിനെ അനുസരിക്കാൻ കാണിക്കുന്ന ക്ഷമയാണ് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഒഴിവാക്കുന്നതിനേക്കാൾ പരിപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അഫ്ളലായിട്ടുള്ള ക്ഷമ. ഫൈന മസ്ലഹത ഫിഅലി ത്വാഅതി, ഒരു അനുസരിക്കുന്ന ഒരു കർമ്മം ചെയ്യുക എന്നുള്ളത്, അതുകൊണ്ടുണ്ടാവുന്ന നന്മ നേട്ടം എന്നുള്ളത് അഹബ്ബു ഇല ശാരി', അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്, മിൻ മസ്ലഹത്തി തർക്കിൽ മഅസിയ, ഒരു പാപം ഒഴിവാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തിനേക്കാൾ, ഒരു പാപം ഒഴിവാക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്തിനേക്കാൾ. വമഫ്സദത്തി അദമി ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഒഴിവാക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷത്തേക്കാൾ അബ്ഗദു ഇലൈഹി, അള്ളാഹുവിന് വെറുപ്പുള്ളതും വഅക്റഹു മിൻ മഫ്സദത്തി വുജൂദിൽ മഅസിയ, പാപം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മഫ്സദത്താണ് അള്ളാഹുവിന് വെറുപ്പുള്ളത്. അതായത് ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവൻ ഉറക്കം ഒഴിവാക്കി, അല്ലെങ്കിൽ ഉറക്കം എണീറ്റ്, അല്ലെങ്കിൽ രാത്രി നിസ്കാരത്തിനോ നോമ്പ് വെൽക്കാനോ അല്ലെങ്കിൽ ഏതൊരു സൽക്കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കാനോ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി അവൻ സ്വന്തത്തെ പരിശ്രമിച്ച് പണിയെടുത്ത് അവൻ ചെയ്യുന്നു. അതൊരു സ്വബറാണ്.
രണ്ട് ഒരു തെറ്റ് ഒഴിവാക്കുന്നതിലുള്ള സബറാണ്. ഇതിലേതാണ് അഫ്ളൽ എന്നാണ്, ഇതിലേതാണ് അഫ്ളലായിട്ടുള്ള സബർ? സൽക്കർമ്മം ചെയ്യൽ, അള്ളാഹുവിനുള്ള അനുസരണം ചെയ്യലാണോ അതോ പാപം ഒഴിവാക്കലാണോ? അവിടെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് അനുസരിക്കാൻ കാണിക്കുന്ന സബറാണ് പാപം ഒഴിവാക്കാനുള്ള സബറിനേക്കാൾ അഫ്ളലായിട്ടുള്ളത് എന്ന്. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ കിതാബുൽ ഫവായിദിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കാൻ കാണിക്കുന്ന സബറാണ് അഫ്ളൽ എന്നുള്ളത്. ഇതേപോലെ ഒരു ചർച്ചയാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കലാണോ അള്ളാഹു വിരോധിച്ച കാര്യം ചെയ്യലാണോ ഏറ്റവും കൂടുതൽ തെറ്റ്? അതായത് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു, അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഉദാഹരണം ഒരാൾ നിസ്കരിക്കാൻ പറഞ്ഞു അള്ളാഹു തആല, അയാൾ നിസ്കരിക്കുന്നില്ല, അതാണോ? അതേസമയം വേറൊരാൾ കള്ളുകുടിക്കരുത്, വിരോധിച്ച കാര്യം കള്ളുകുടിക്കരുത്, ഒരു ഉദാഹരണം, അയാൾ കള്ളുകുടിക്കുന്നു, ഇതിലേതാണ് കൂടുതൽ വലിയ തെറ്റ് എന്നുള്ളത്? ഇതും ചർച്ചയുള്ളതാണ്. പക്ഷെ 20ഓളം തെളിവുകൾ കൊടുത്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കലാണ് വിരോധിച്ച കാര്യം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളത്. അതിനൊരു തെളിവ് പറയാം. ഇബ്ലീസിന്റെയും ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഉദാഹരണം, മലക്കുകളുടെ ഉദാഹരണം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം. ഇബ്ലീസിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ചെയ്തത്, എന്ത്? സുജൂദ് ചെയ്യാൻ വേണ്ടി. ഇബ്ലീസ് അത് ചെയ്തില്ല. ആദം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു വിരോധിക്കുകയാണ് ചെയ്തത്, ആ പഴം കഴിക്കരുത്, പക്ഷെ അത് ചെയ്തു. ഇതിൽ ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിച്ചത്? അല്ലെങ്കിൽ ആർക്കാണ് തൗബ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തത്? ആദം നബി അലൈഹി ഇസ്ലാമിനാണ്. അപ്പൊ ഇതുപോലെ പല തെളിവുകൾ കൊണ്ടും സമർത്ഥിക്കുന്നുണ്ട്. ഇത് ചർച്ചയുള്ള ഒരു മേഖലയുമാണ് ഉലമാക്കൾക്കിടയിൽ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം മറ്റൊരു തരത്തിൽ സബറിനെ വേർതിരിക്കുകയാണ്. വസമ്മത തഖ്സീമുൻ ആഖർ ലിസ്സബർ, മറ്റൊരു തഖ്സീമു കൂടിയുണ്ട്, ഇനങ്ങളായി തിരിക്കൽ കൂടിയുണ്ട് സബറിന്റെ വിഷയത്തിൽ. സബറുൻ ബില്ലാഹ് വസബറുൻ ലില്ലാഹ് വസബറുൻ മഅല്ലാഹ്. സബറുൻ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ക്ഷമിക്കുക. വസബറുൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുക. വസബറുൻ മഅല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം ക്ഷമിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു കിതാബിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നോക്കണം. ഇത് വെറുതെ കേട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം ലഭിക്കില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാനിത് തെളിയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ വന്നാൽ എന്താണ് എൻ്റെ അവസ്ഥ, അങ്ങനെ പരിശോധിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കിതാബിലുള്ളത്. കാരണം ഈ ഒരു മക്കാമിൽ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സബറിന്റെ മക്കാമിലെത്താത്ത ഒരു മുഅ്മിൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തവക്കുലിന്റെ മക്കാമിലെത്താത്ത ഒരാളുണ്ടാവില്ല, ശുക്രിന്റെയോ റജാഇന്റെയോ ഹൗഫിന്റെയോ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള മക്കാമിലെത്താത്ത ഒരാളുണ്ടാവില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ എന്ത് തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഇത് പറയാം, 3 തരത്തിലുള്ള സബർ. സബറും ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടുള്ളത്. വസബറുൻ ലില്ലാ, അള്ളാഹുവിന് വേണ്ടിയുള്ളത്. വസബറുൻ മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പമുള്ളത്. ഫൽഅവ്വൽ, അതിൽ ഒന്നാമത്തേത് സബറുൽ ഇസ്തിആനതി ബിഹി, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടുള്ള ക്ഷമ. സബർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അനുസരിക്കാനാവട്ടെ, ഒരു അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യം ചെയ്യാനാവട്ടെ, പാപം ഒഴിവാക്കാനാവട്ടെ, എന്തെങ്കിലും പരീക്ഷണം മുസീബത്ത് ബാധിച്ചാലാവട്ടെ, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള ക്ഷമ. വറുഇയതുഹു അന്നഹു ഹുവൽ മുസബ്ബിർ, അള്ളാഹുവാണ് ക്ഷമിക്കാനുള്ള തൗഫീഖ്, ക്ഷമിപ്പിക്കുന്നവൻ അഥവാ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുന്ന അള്ളാഹു ആണെന്നുള്ള പരിപൂർണ ബോധത്തിൽ. വഅന്ന സബ്റൽ അബ്ദി ബിറബ്ബിഹി ലാ ബിനഫ്സിഹി, അവന് പരിപൂർണ ബോധം ഉണ്ടാവും, എൻ്റെ സ്വന്തത്തിൽ നിന്നല്ല ഈ സബർ ഉണ്ടാകുന്നത്, അള്ളാഹ് എനിക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് തന്നാലല്ലാതെ എന്തുണ്ടാവൂല, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന പരിപൂർണ ബോധം ഉണ്ടാവും. കമാ ഖാല തആല, ഏതുപോലെ? സൂറത്തുൻ നഹ്ലിൽ 127-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്, നീ ക്ഷമിക്കുക, നിന്റെ ക്ഷമ അള്ളാഹുവിനെ കൊണ്ടുള്ളതാണ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. യഅനി ഇല്ലം യുസബ്ബിർക ഹുവ ലം തസ്ബിർ, അള്ളാഹു നിന്നെ ക്ഷമിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നീ ക്ഷമിക്കുകയില്ല എന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭമാണ് നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നത് നമ്മുടെ കൈകൊണ്ടൊന്നുമല്ല. നമ്മൾ വലിയ നല്ല ആളായതുകൊണ്ട്, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായതുകൊണ്ടോ, നമുക്ക് നല്ല സ്ഥാനവും പദവിയുള്ളതുകൊണ്ടല്ല നമുക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റുന്നത്. ഒരു പാപം ഒഴിവാക്കുന്നത് നമുക്ക് ആ പാപത്തിനോട് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വലിയ തഖ്വയുള്ള ആളായതുകൊണ്ടോ, അതുകൊണ്ടല്ല പാപം ഒഴിവാക്കാൻ സാധിക്കുന്നത്. അത് തഖ്വ ഉണ്ട് അല്ല, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകിക്കൊണ്ടാണ്. അതാണ് സബ്റുൻ ബില്ലാഹ്. വസാനി, രണ്ടാമത്തേത് അസ്സബ്റു ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. അതായത് ഇപ്പോ ചില ആളുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇത് വായിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ഉദാഹരണം, സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ കള്ളു കുടിക്കുക. ആ കള്ളു കുടിക്കാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വേറെ പാപം ഒഴിവാക്കുന്നു എന്നുള്ളത് ഒരാൾക്ക് ചിന്തിക്കാം, ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യത്തിന് കേടാണ്,
എനിക്ക് ഇന്നാലിന്ന അസുഖങ്ങൾ വരും, ഇന്നാലിന്ന പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കാം എന്ന നിലക്ക് ഒരാൾ ക്ഷമിക്കും. എത്ര ആളുകളുണ്ട്? കള്ളു കുടിക്കുന്ന ഒരു തെറ്റല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കള്ളു കുടിക്കാത്ത ആളുകളില്ലേ? എന്തുകൊണ്ടാ? അതിന് ദോഷങ്ങൾ ഉണ്ട് നിലക്ക് അതൊരു സബറാണ്. ഭാഷാർത്ഥത്തിൽ അതൊരു സബറാണ്. അവന് പിടിച്ചിരിക്കുന്നുണ്ട് സ്വന്തത്തിനെ. ചിലപ്പോൾ അവന് ഇഷ്ടമൊക്കെ ഉണ്ടാവും, പക്ഷെ അവൻ പിടിച്ചിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരാള് അത് ഒഴിവാക്കുന്ന എന്തിന്റെ പേരിലാണ്? അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട്, അള്ളാഹു അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്വബറുൻ ലില്ല എന്ന് പറഞ്ഞാൽ. അസ്വബുറു ലില്ല, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. നമ്മൾ പരിശോധിക്കണം, നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും ക്ഷമിക്കുന്നത് ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കണമെന്നില്ല, അള്ളാഹുക്ക് വേണ്ടി തന്നെ ആയിക്കൊള്ളുന്നില്ല. അതിന്റെ വേറെ പല ദോഷങ്ങളും നമുക്കുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വേറെ പല പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും. അതാണ് അതിന്റെ അതാണ് ഈ സ്വബറിന്റെ പ്രസക്തി. അസ്വബുറിലില്ല വഹുവ അൻ യകൂനൽ ബാഇസു അലാ സ്വബ്രി മഹബ്ബത്തുല്ലാഹ്. ഇവിടെ അള്ളാഹുവിനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവന് ക്ഷമിക്കാനുള്ള കാരണം, അതിനുള്ള പ്രേരണയായിട്ടുള്ള കാര്യം എന്തായിരിക്കും? അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരിക്കും. അതായത് അവൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ഈ തെറ്റിനേക്കാളും ഈ ഹറാമിനേക്കാളും അവന് ഇഷ്ടം ആരായിരിക്കും? അള്ളാഹുവിനെ ആയിരിക്കും. വ ഇറാദത വജ്ഹിഹി, അള്ളാഹുവിന്റെ വജ്ഹായിരിക്കും അവന്റെ ഉദ്ദേശം. വ തഖറബ ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നായിരിക്കും അവന്റെ ഉദ്ദേശം. ലാ ലി ഇബ്ഹാരിഹി ഖുവ്വത്തിൻ നഫ്സ്, അവൻ ഞാൻ ഇതൊക്കെ ഒഴിവാക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാവൂല, ഇതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് വേണ്ടിയിട്ടായിരിക്കും. വലിസ്തിഹ്മാദ് ഇലൽ ഖൽഖ്, ഞാൻ ഇതൊക്കെ ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട് ആളുകൾ എന്നെ സ്തുതിക്കണം, ആളുകൾ എന്നെ നല്ല രീതിയിൽ പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാവൂല. വഗൈറു ദാലിക മിനൽ അഗ്റാദ്, മറ്റെന്ത് കാര്യമാവട്ടെ, അവന് നേടാൻ സാധിക്കുന്ന മറ്റെന്ത് കാര്യമാവട്ടെ, അതൊന്നും ആവൂല. അള്ളാഹുവിന് അവന്റെ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യത്തിനേക്കാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുതലായി നിൽക്കുന്നത് കൊണ്ടും അള്ളാഹുവിന് പ്രാതിനിധ്യം നൽകുന്നത് കൊണ്ടായിരിക്കും അവൻ ക്ഷമിക്കുന്നത്. അതാണ് സ്വബറു ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വസാലിസ്, മൂന്നാമത്തേത് ഈ സ്വബറിന്റെ ഇനത്തിൽ ഏറ്റവും മഹത്തരമായത് അസ്വബറു മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പമുള്ള സ്വബർ. എന്താണ് അള്ളാഹുവിനോടൊപ്പമുള്ള സ്വബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറയാണ് വഹുവ ദൗറാനുൽ അബ്ദി മഅ മുറാദില്ലാഹി ദീനി മിൻഹു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരടിമ എപ്പോഴും എല്ലാ സമയത്തും മഅ മുറാദില്ലാഹ് അദ്ദീനി, ദീനിയായിക്കൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിച്ചത് എന്താണോ അതുപോലെ മാത്രമായിരിക്കും. മറ്റേ നമ്മൾ പറഞ്ഞു ഓരോ ഘട്ടത്തിൽ അവൻ കാണിക്കുന്ന ക്ഷമയായിരിക്കും. പക്ഷെ ഇത് ഒരടിമ ജീവിക്കുന്ന ഏത് സന്ദർഭവും അള്ളാഹു തആല ദീനിയായിക്കൊണ്ട് അവന്റെ മേൽ ഉദ്ദേശിക്കുന്ന എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. വമഅ അഹ്കാമിഹി ദീനിയ, ദീനിന്റെ വിധിവിലക്കുകൾ എന്താണോ അത് പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും. സ്വാബിറൻ നഫ്സഹു മഅഹ, എപ്പോഴും അവന്റെ സ്വന്തത്തെ അതിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും. അതായത് എന്താണോ വിധിവിലക്കുകൾ അതിനോടൊപ്പം മാത്രം അവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി, ഇനി അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, അവൻ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി, അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി. അങ്ങനെ ഏത് നിലക്കും അള്ളാഹു തആലയുടെ ഒപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ആവുക. സായിറൻ ബിസൈരിഹ, ആ വിധിവിലക്ക് അള്ളാഹുവിന് എന്താണോ ഇഷ്ടം, അള്ളാഹുവിന് എന്താണോ വെറുപ്പ്, അതിനോടൊപ്പം ആയിരിക്കും അവൻ. മുഖീമൻ ബി ഇഖാമത്തിഹ, അത് എവിടെയാണോ എന്താണോ പറയുന്നത് അത് അവൻ ചെയ്യും, അത് നിലനിർത്തും. യതവജ്ജഹു മഅഹാ ഐന തവജ്ജഹത് റകായിബുഹ, ആ അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ ചങ്ങല എങ്ങോട്ടാണോ അവനെ നയിക്കുന്നത്, എങ്ങോട്ടാണോ നയിക്കുന്നത് അത് ആ ഭാഗത്തേക്ക് തന്നെ പോകും. അതെങ്ങോട്ടാണോ വഴികാട്ടുന്നത് അങ്ങോട്ട് പോകും. വയൻസിലു മഅഹാ ഐന ഇസ്തഖല്ലത് മുബാരിബുഹ, എവിടാണോ അതിന്റെ ടെന്റുകൾ സ്ഥാപിക്കുന്നത് നിൽക്കുന്നത് അവൻ അവിടെ നിൽക്കുകയും ചെയ്യും. അതായത് അള്ളാഹു പറഞ്ഞ പോലെ അത് കാര്യങ്ങൾ ചെയ്യും, ചെയ്യണ്ട പറയണ എന്ന് ഒഴിവാകും. എന്താണോ അള്ളാഹു തആല അവനെ ഉദ്ദേശിക്കുന്നത് അതേപോലെ ജീവിച്ച് കാണിക്കുന്നവൻ, അതാണ് സ്വബറു മഅല്ലാഹ് എന്നുള്ളത്. നമ്മൾ പരിശോധിക്കുക, നമ്മൾ സ്വബർ ബില്ലയാണോ, എങ്ങനെയെങ്കിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ച് ക്ഷമ കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അള്ളാഹുവിനോട് സഹായം തേടുന്ന ആ അവസ്ഥയിലാണോ, അല്ലെ സ്വബറിലില്ല മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരാണോ, അതല്ലെങ്കിൽ അസ്വബറു മഅല്ലാഹ് ജീവിതം മുഴുവൻ അള്ളാഹുവിനോടൊപ്പമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണോ എന്ന് സ്വയം പരിശോധിക്കുക. ഫഹാദാ മഅനാ കൗനിഹി സ്വാബിറൻ മഅല്ലാഹ്, ഈ പറഞ്ഞതാണ് അള്ളാഹുവിനോടൊപ്പം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഖദ് ജഅല നഫ്സഹു വഖഫൻ അലാ അവാമിരിഹി വമഹാബിഹി, അവന്റെ സ്വന്തത്തെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും മാത്രം പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും. വഹുവ അശദ്ദു അൻവാഇ സ്വബർ, അത് സ്വബറിന്റെ ഏറ്റവും കടുത്ത ഇനമാണ്, അഥവാ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇനമാണ്. വസ്അബുഹ, ഏറ്റവും കഷ്ടപ്പാടുള്ളതാണ് ഈ സ്വബർ. മൂന്നാമത് പറഞ്ഞത് വഹുവ സ്വബറു സിദ്ദീഖീൻ, അതാണ് സിദ്ഖുള്ള ആളുകളുടെ, സിദ്ദീഖീങ്ങളുടെ സ്വബർ എന്ന് പറയുന്നത്. വഫി കിതാബിൽ അദബിൽ ബുഖാരി, കിതാബിൽ അദബ് ലിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഖയ്യിം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചായിരിക്കാം, പക്ഷേ ഹദീസ് ഉള്ളത് യഥാർത്ഥത്തിൽ ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഈമാൻ,
ഈമാനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. അപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, അസ്സബ്റു വസ്സമാഹ. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സബ്റു വസ്സമാഹ. ഒന്ന് സബറാണ്, രണ്ട് സമാഹ. സമാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാക്കി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ, ആളുകൾക്ക് അഫ്വ് കൊടുത്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് സമാഹത്ത് പറഞ്ഞത്. ഈ രണ്ടെണ്ണമാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഒന്ന് സബറാണ്, രണ്ട് സമാഹത്താണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം അതിനൊന്ന് വിശദീകരിക്കുകയാണ്. വഹാദാ മിൻ അജ്മഇൽ കലാമി വഅഅ്ദമിഹാ ബുർഹാനൻ. ഇത് ഈമാനിനെ അറിയിക്കുന്ന ഏറ്റവും പരിപൂർണമായിട്ടുള്ള തെളിവായിട്ടുള്ള ഒരു വാക്കാണ്. വഅഅബിഹ ലിമഖാമാത്തിൽ ഈമാൻ, ഈമാനിന്റെ എല്ലാ മഖാമുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. മിൻ അവ്വലിഹ ഇലാ ആഖിരിഹ, തുടക്കം മുതൽ അവസാനം വരെ. അഥവാ ഈമാനിന്റെ എല്ലാ മഖാമുകളെയും തുടക്കം മുതൽ അവസാനം വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും പരിപൂർണമായിട്ടുള്ള ഒരു വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അസ്സബ്റു വസ്സമാഹ എന്ന് പറഞ്ഞത്. ഫഇന്ന അൻ-നഫ്സ യുറാദു മിൻഹാ ഷൈആൻ എന്ന് പറയാണ്. അതിനൊന്ന് വിശദീകരിച്ച് പറയാണ്. ഒരു നഫ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ മനസ്സ് രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ സ്വന്തത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത് ബദ്ലു മാ ഉമിറത് ബിഹി വഇഅതാഹു, എന്താണോ ആ നഫ്സിനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതവൻ പ്രവർത്തിക്കുക എന്നുള്ളത്. നമ്മളോട് കൽപ്പിച്ച കാര്യം പ്രവർത്തിക്കുക. ഫൽഹാമിലു അലൈഹി അസ്സമാഹ, അതിലേക്ക് ഒരുവരെ നയിക്കുന്നത് സമാഹത്താണ്. അഥവാ ഇങ്ങനെ ഒരു കാര്യം കൽപ്പിച്ച കാര്യം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന കാര്യം സമാഹത്താണ്. അതിനാണ് സമാഹത്ത് എന്ന് പറയുന്നത്. തർക്കു മാ നുഹിയത് അൻഹു, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. വൽ ബുഅദു മിൻഹു, അതിൽ നിന്ന് അകന്നു നിൽക്കുക. ഫൽഹാമിലു അലൈഹി അസ്സബ്ർ, അതിലേക്ക് ഒരുവനെ പ്രേരിപ്പിക്കുന്ന കാര്യം സ്വബറാണ്, ക്ഷമയാണ്. അതായത് സമാഹത്താണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പ്രേരകമേകുന്നത്. അതുപോലെ തന്നെ സ്വബറാണ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ പ്രേരണയേകുന്നത്. അതുകൊണ്ടാണ് ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇതിന്റെ അവസാനത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഖുർആനിൽ 3 തരത്തിലുള്ള ഒരു സ്വബർ, സ്വബറിനെ ഒരു സിഫത്ത് കൊണ്ട്, ഒരു വിശേഷിപ്പിച്ചുകൊണ്ട് 3 തരത്തിലുള്ള സബറാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി പറയുന്നു. വഖദ് അമറല്ലാഹു സുബ്ഹാനഹു ഫി കിതാബിഹി, അല്ലാഹു തആല അവന്റെ കിതാബിൽ ഖുർആനിൽ കൽപ്പിച്ചു ബിസ്സബ്രിൽ ജമീൽ, ഭംഗിയായി ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട്. വസ്സഫ്ഹിൽ ജമീൽ, അഫൻ ഭംഗിയായി ചെയ്യാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഖുർആനിലുള്ളത്. അതിലൊന്ന് ബിസ്സബ്രിൽ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക. വസ്സഫ്ഹിൽ ജമീൽ, ഭംഗിയായി വിട്ടുവീഴ്ച ചെയ്യുക. വൽഹജറിൽ ജമീൽ, ഭംഗിയായി ഒഴിവാക്കുക, അകറ്റുക എന്നുള്ളത്. അഥവാ ഭംഗിയായി ക്ഷമിക്കുക, ഭംഗിയായി വിട്ടുവീഴ്ച ചെയ്യുക, ഭംഗിയായി കൊണ്ട് ഒരാളെ അകറ്റുക എന്നുള്ളത് ഭംഗിയായി ചെയ്യാനാണ് പറഞ്ഞത്. അതെന്താണത്? ഫസമിഅതു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഖദ്ദസല്ലാഹു റൂഹഹു, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. ഇബ്നു ഖയ്യിം പറയുന്നു, യഖൂലു അസ്സബ്റുൽ ജമീൽ ഹുവല്ലദീ ലാ ശക്വാ ഫീഹി വലാ മഅഹു. സബ്റുൽ ജമീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതിയോ ഒരു വിമ്മിഷ്ടമോ മറ്റൊരാളോട് അതിന്റെ പേരിൽ ഒരു സങ്കടം പറച്ചിലോ ഒന്നുമില്ലാത്ത സബർ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാധിച്ചു, എന്നാൽ അതിന്റെ പേരിൽ ഒരാളോടും അതിന്റെ പരാതി ഒന്നും പറയാതെ അത് നമ്മൾ ക്ഷമിക്കുന്നതിനാണ് അസ്സബ്റുൽ ജമീൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് സബ്റുൽ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുക, അഥവാ ഒരു പരാതി ഒന്നുമില്ലാതെ ബാധിച്ച മുസീബത്ത് ക്ഷമിക്കുക. ചില ആളുകൾ പറയും ഞാൻ നല്ല ക്ഷമിക്കുന്നുണ്ട് എനിക്ക് ബാധിച്ച മുസീബത്തിൽ, പക്ഷെ എല്ലാവരോടും പരാതിയും ദുഃഖവും വിഷമവും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയല്ല, ആരോടും തന്റെ ഒരു പരാതിയും ഇല്ലാതെ ക്ഷമിക്കുന്നതാണ് സബ്റുൽ ജമീൽ. വസഫ്ഹുൽ ജമീൽ, ഭംഗിയായി വിട്ടുവീഴ്ച ചെയ്യുക. ഹുവല്ലദീ ലാ ഇതാബ മഅഹു, അഥവാ ഒരാളെ ആക്ഷേപിക്കാതെ, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്തു അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്, പക്ഷെ അതിന്റെ മേലിൽ അയാളൊന്നും കുറ്റം പറയാതെ അതിന് ആക്ഷേപമൊന്നുമില്ലാതെ ക്ഷമിക്കുന്നതിന്. വൽഹജറുൽ ജമീൽ, ഭംഗിയായി അകറ്റുക, ഒഴിവാക്കുക, മാറ്റി നിർത്തുക എന്നുള്ളത്. അല്ലദീ ലാ അദാ മഅഹു, ലാ അദം മഅഹു, അതിനെ ഒരു തരത്തിലും എന്തില്ല, ലാ അദാ മഅഹു, അവനെ ഉപദ്രവിക്കൂല. ഒരാൾ എന്തോ ഒരു കാര്യം ചെയ്തു അവനോടുള്ള ബന്ധം മുറിക്കുകയാണ്, അവനെ അകറ്റുകയാണ്, പക്ഷെ അവനോടൊരു ഉപദ്രവം ചെയ്യാതെ. ഇതാണ് 3 തരത്തിൽ ജമീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ടത് സബ്റുൽ ജമീൽ, നമ്മളൊരു പരാതിയുമില്ലാതെ ക്ഷമിക്കുക. وقال ابن عيينة في قوله تعالى, ابن عيينة رحمه الله, سفيان بن عيينة رحمه الله, അദ്ദേഹം സൂറത്ത് സജ്ദയിലെ 24ാമത്തെ ഈ ആയത്തിന്റെ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു എന്ന ഈ ആയത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ഖാല
അഖദു ബിറഅസിൽ അംരി ഫജഅലഹും റുഅസാ. സബറും യഖീനും കൊണ്ടാണ് ഇമാമത്ത് നേതൃത്വം ലഭിച്ചതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം പറയാണ്, കാര്യങ്ങളുടെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ അവർ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് അവരെ നേതാക്കളാക്കി എന്നുള്ളത്. അഥവാ സബർ യഖീൻ. വശക്വ ഇലല്ലാഹ്, അള്ളാഹുവിനോട് പരാതി പറയുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മറ്റുള്ള ആളുകളോട് പരാതി പറയാതെ ക്ഷമിക്കലാണ് സബർ എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അള്ളാഹുവിനോട് പരാതിപ്പെടുക എന്നുള്ളത് ലാ തുനാഫി സബർ, ഇത് സബറിനെതിരല്ല. ഫൈന യാഖൂബ അലൈഹിസ്സലാം വഅദ ബിസ്സബ്രിൽ ജമീൽ. ഈ സബ്റുൽ ജമീൽ എന്നുള്ള പദം പറഞ്ഞു തന്നെ ആരാണ്? യാഖൂബ് നബി അലൈഹിസ്സലാമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതായപ്പോ വന്നബിയു ഇദാ വഅദ ലാ യുഖ്ലിഫു. പക്ഷേ ആ യാഖൂബ് നബിമാരെന്താണ്? നബിമാരൊരു കാര്യം വാക്ക് പറഞ്ഞാൽ അവരെന്താവൂല, അത് ലംഘിക്കൂല. അതുകൊണ്ട് യാഖൂബ് നബി അലൈഹിസ്സലാം ഭംഗിയായി ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞത് യാഖൂബ് നബി അലൈഹിസ്സലാം എന്താണ്? ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. ഞാൻ എന്റെ വിഷമവും പരാതിയൊക്കെ പറയുന്ന ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹുവിനോട് പരാതിപ്പെടുക എന്നുള്ളത് എന്തല്ല, ക്ഷമക്കെതിരല്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. അതായത് എല്ലാവരോടും പരാതിപ്പെട്ട് പറഞ്ഞ് ദുഃഖം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അള്ളാഹിനോട് പോലും പറയില്ല. അത് കുറച്ച് പിന്നെ തസൂഫിന്റെ ആളുകൾ ആ നിലക്കുണ്ട്. അള്ളാഹിനോടും പറയില്ല. പിന്നെ ഞാൻ ഒന്നുമില്ല, ഞാൻ അള്ളാഹ് തൃപ്തിപ്പെട്ട് പോവാണ്, അത് എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അള്ള വിധിച്ചതിന്റെ മേലെ ഞാൻ പരാതിപ്പെടൂല അള്ളാഹുവിനോട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അതിന് വിട്ടതാണ്. ഇത് രണ്ടിന്റെയും നടുവിലാണ് അള്ളാഹുവിനോട് നമ്മൾ പരാതിപ്പെടണം, അള്ളാഹുവിനോട് സങ്കടം പറയണം. എന്നാൽ സൃഷ്ടികളോട് ഒന്നും ചെയ്യുകയില്ല, ഒരാളോട് ഒരു പ്രശ്നം പറയില്ല. അതാണ് നബിമാരുടെ രീതി. വകദാലിക അയ്യൂബ് അലൈഹിസ്സലാം, അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം അഖ്ബറ അല്ലാഹു അൻഹു അന്നഹു വജദ സാബിറൻ മഅ ഖൗലിഹി. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു തആല അറിയിച്ചത് അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താണ്? ക്ഷമയുള്ള ആളാണ് എന്നാണ് അറിയിച്ചത്. ക്ഷമയുള്ള ആളാണെന്ന് അറിയിച്ചത്. പക്ഷേ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിരുന്നു, അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ എനിക്കൊരു ദോഷം ബാധിച്ചിട്ടുണ്ട്, നീ അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണല്ലോ. എന്നിട്ടൊരു ബൈത്ത് കൊടുക്കുന്നുണ്ട്, വഇദാ അറത്ക ബലിയത്തുൻ ഫസ്ബിർ ലഹാ. നിനക്കൊരു മുസീബത്ത് ബാധിച്ചാൽ നീ ക്ഷമിക്കുക. സ്വബ്റൽ കരീമി, എങ്ങനെയുള്ള ക്ഷമയായിരിക്കണം? മാന്യമായിട്ടുള്ള ക്ഷമ. ഫൈന്നഹു ബിക അലമു, അള്ളാഹുവിന് നിന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. വൈദാ ശകൗത ലിബ്നി ആദമ ഇന്നമാ, നീ ഒരു മനുഷ്യനോടാണ് നിന്റെ പരാതി പറയുന്നത് എങ്കിൽ നീ ചെയ്യുന്നത് എന്താണ്? തഷ്കുർ റഹീമ ഇലല്ലദീ ലാ യർഹമു, കാരുണ്യം കാണിക്കാത്തവനോട് റഹീമായ അള്ളാഹുവിനെ പറ്റി പരാതി പറയുന്ന പോലെയാണ്. അതായത് ഈ ഒരു മനുഷ്യനോട് അള്ളാഹു നിനക്ക് വിധിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പരാതിപ്പെടുകയാണെങ്കിൽ റഹീമായ അള്ളാഹുവിനെ സംബന്ധിച്ച് കാരുണ്യം സ്വന്തം സിഫത്തായിട്ടില്ലാത്ത ഒരു മനുഷ്യനോട് പോയിട്ട് നീ പരാതിപ്പെടലാണ് അത് എന്ന് പറയാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് പരാതിപ്പെടണം, സൃഷ്ടികളോടല്ല. എന്നിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ് ഇബ്നു ഖയ്യിം സബറിന്റെ ബാബിൽ ഈ ഇക്സീറിൽ കൊടുക്കുന്നത്. വബിൽ ജുംല, മൊത്തത്തിൽ ഈ സബറുമായി പറയുകയാണെങ്കിൽ അസ്സബ്റു മിൻ ആക്കദിൽ മനാസിൽ ഫീ ത്വരീഖിൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം തെളിയിക്കാൻ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥാനമാണ് സബർ. വൽജമിഹാ ലിൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും ഇതുണ്ടാവും. സബറില്ലാത്ത ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായി തീരുകയില്ല. വഹും അഹ്വജു ഇലാ മൻസിലതിഹി മിൻ കുല്ലി മൻസില, എല്ലാ മറ്റുള്ള മൻസിലത്തുകൾ പറഞ്ഞല്ലോ ഇതിലുള്ള വ്യത്യസ്ത സ്ഥാനങ്ങൾ, അതുപോലെ ഏറ്റവും ആവശ്യമുള്ളതാണ് സബർ. വഹുവ മിൻ അഅറഫിൽ മനാസിൽ ഫീ ത്വരീഖി തൗഹീദ് വഅബിയനിഹാ, തൗഹീദിന്റെ പാതയിൽ അറിയപ്പെട്ടതും വ്യക്തമായിട്ടുള്ള ഒരു മാർഗമാണ് സബർ. അഥവാ ഒരാളുടെ തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ സബർ നിർബന്ധമാണ്. വഹാജത്തുൽ മുഹിബ്ബി ഇലൈഹി വറൂരിയത്തുൻ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് സബറിലേക്കുള്ള ആവശ്യകത നിർബന്ധമായിട്ടുള്ളതാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. വഖദ് അമറല്ലാഹു തആല അഹബ്ബൽ ഖൽഖി ഇലൈഹി ബിസ്സബ്രി ലിഹുക്മിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായിട്ടുള്ള സൃഷ്ടിയായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വഅഖ്ബറ അന്ന സ്വബ്റഹു ബിഹി, അതുപോലെ തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു ക്ഷമിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് എന്ന്. വസ്ന അല സ്വാബിരീൻ അഹ്സന സനാ, ക്ഷമ കാണിക്കുന്നവരെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു പുകഴ്ത്തുകയും ചെയ്തു. വളമിന ലഹും അഅ്ലമൽ ജസാ, അവർക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്തു, ഉറപ്പ് നൽകി. വജഅല അജ്റ ഗൈരിഹിം മഹ്സൂബ, മറ്റുള്ള എല്ലാവർക്കും പ്രതിഫലം കണക്ക് വെച്ച് പറഞ്ഞു. വാജിറഹും ബിഗൈരി ഹിസാബിൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ വ്യത്യസ്ത സബറിന്റെ ഇനങ്ങളിൽ ഓരോ സമയങ്ങളിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടി വരും. ഓരോ സന്ദർഭത്തിൽ ഓരോ നിലക്കാവും തെളിയിച്ചു കൊടുക്കേണ്ടി വരിക.
അപ്പൊ ആ സമയങ്ങളിൽ കൃത്യമായി അത് തെളിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു മഞ്ചിലത്തിൽ നമുക്ക് വിജയിക്കാനുള്ള മാർഗം. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏത് സ്വബറാണ്, ഇതിൽ 2-3 തരത്തിൽ സ്വബറിനെ വേർതിരിച്ചു, ഇതിൽ ഏത് സന്ദർഭത്തിൽ ഏത് സ്വബറാണ് നമുക്കുള്ളത് എന്നുള്ളത് ഗൗരവത്തിൽ ആലോചിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഈ കിതാബ് നമുക്ക് വായിക്കാം. അടുത്ത മൻസിലത്തുർ റിള, തൃപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൻസിലത്താണ്. അല്ലാഹു തആല കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.